ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് എന്താണ് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നമ്മുടെ ഫ്രെയിമില്ലേ, ഒരു ഫ്രെയിം ഉണ്ടാക്കിയെടുത്താലോ. നല്ല ഭംഗിയുള്ള ഒരു ഫ്രെയിമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനുവേണ്ടി ഞാൻ എൻ്റെ കാർഡ്ബോർഡ് ചാർട്ടില്ലായിരുന്നു, കാരണം ചാർട്ട് തീർന്നു പോയി. തീർന്നു പോയത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ കുറേ തീർന്ന ബുക്കിൻ്റെ പേപ്പറുണ്ട്. പേപ്പറിൻ്റെ മറ്റേ സൈഡ് നല്ല വൈറ്റ് കളറിൽ ആണല്ലോ, ഇതല്ല, അതിന് നല്ല കട്ടിയുണ്ട്. അപ്പം ഞാൻ കരുതി അത് നമുക്ക് അത് വെച്ച് നമുക്ക് ഉണ്ടാക്കാവുന്നു. നമ്മൾ ഉണ്ടാക്കാൻ പോവാണ്. മുമ്പ് നമുക്കൊരു കാര്യം ചെയ്യണം. ഫോൺ എവിടെയെങ്കിലും ഒന്ന് വെക്കണം, കാരണം എൻ്റെ ഈ ഫോൺ വെക്കുന്ന സാധനമില്ലേ, സ്റ്റാൻഡ്, അതൊന്നും ഇല്ലാത്ത കൊണ്ട് ഞാൻ എപ്പോഴും വീഡിയോ കയ്യിൽ പിടിച്ചാണ് എടുക്കുന്നത്. വെക്കാൻ പറ്റുന്നില്ല. ഓക്കെ, വെച്ചു. അതെ, ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം അടുത്ത നമ്മൾ ചെയ്യേണ്ടത് പെൻസിലും ഒരു സ്കെയിലും കൊടുക്കണം. ഇനി നമ്മുടെ ഈ പേപ്പറിന് 4 സൈഡും ഒന്ന് വരച്ചു കൊടുക്കണം. ഞാൻ എങ്ങനെയാണെന്ന് കാണിക്കാം. അങ്ങനെയാണ് കാണിച്ചു തരാൻ നിങ്ങൾക്ക്. ഇതുണ്ടോ, അപ്പം ഇങ്ങനെയാണ് പേപ്പർ ഇരിക്കുന്നതെങ്കിൽ പിടിക്കാൻ പാടാം. ചൂട് ഫോൺ വെക്കുവാണെങ്കിൽ കാണുമല്ലോ. ഓക്കെ, നമുക്ക് വരച്ചെടുക്കാം. വലിയ വണ്ണമില്ലാതെ ഒരു മിനിമം ലെവലിൽ വരച്ചെടുക്കണം. നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്തത് ശരിയായില്ല. നമ്മൾ കട്ട് ചെയ്തപ്പോൾ വളഞ്ഞും പൊളിഞ്ഞും പോയി. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് പേപ്പറിൻ്റെ സൈഡ് ഒന്ന് വരച്ചെടുത്ത് കട്ട് ചെയ്യണം. അതെ, ഇതെല്ലാം വരച്ചിട്ട് കട്ട് ചെയ്യാം. നമുക്ക് ആദ്യം വീഡിയോ എടുക്കുന്നതിന് മുമ്പേ ചെയ്യാം. അപ്പം പിന്നെ പറ്റി വീഡിയോ അങ്ങ് എടുക്കാം. ഓക്കെ, സൈഡൊക്കെ കട്ട് ചെയ്തെടുത്താൽ ഭംഗിക്ക് വൃത്തിക്കും ഒരേ ലെവലിലും നമുക്ക് ഈ ഫ്രെയിം ഉണ്ടാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഈ ചെയ്യുന്ന പ്രോസസ്സ് ചെയ്തേ പറ്റുള്ളൂ, നിർബന്ധമായിട്ടും. അല്ലെങ്കിൽ ഓരോ സൈഡ് എഴുമ്പോണിച്ചൊക്കെ എന്നിട്ട് നല്ല നോക്കണ്ട. അതുകൊണ്ട് നല്ലോണം ഉണ്ടാക്കുക. ഓക്കെ, നമ്മളത് കറക്റ്റ് ഒരു ഷേപ്പ് എടുത്തിട്ടുണ്ട്. ഇനി വരയ്ക്കണം സൈഡ്. ഇനി എല്ലാ സൈഡിലും ഓരോരോ വര വെച്ച് വരയ്ക്കണം. ആദ്യത്തെ സൈഡിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആദ്യത്തെ സൈഡിൽ ഒരു സൈഡിൽ നമ്മൾ വരച്ചു. അങ്ങനെ 4 സൈഡും നമുക്ക് ചെയ്തെടുക്കണം. പെട്ടെന്നാണ് ഞാൻ എൻ്റെ ഭിത്തി നോക്കി. അപ്പോഴാണ് ഞാൻ ഒരു ഫ്രെയിം മേടിക്കണമല്ലോ. അപ്പോഴാണ് യൂട്യൂബ് വീഡിയോ ഇട്ട് ഒരെണ്ണം ഉണ്ടാക്കിയാലോ എന്ന് ആലോചിച്ചു. അതിന് വേറെ ഒന്നും നോക്കണ്ട, ഉണ്ടാക്കാൻ ഞാൻ കരുതി. ഇത് കുറച്ച് ചെറിയ ഫ്രെയിമായി പോകും എന്തായാലും. അതുപോലാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. എല്ലാം ഒരേ അളവിലെടുക്കണേ.
അതെ ഇവിടുത്തെ വെളിച്ചം നിങ്ങൾ കറക്റ്റായില്ലേ? ഈ സൈഡിൽ 3 വര 1 2 3 കോളം വെച്ച് വരയ്ക്കുക. മേളിൽ വരച്ചിട്ടുണ്ട്, താഴെയും സൈഡിലും വരച്ചിട്ടുണ്ട്. 4 സൈഡിലും നമ്മൾ വരച്ചെടുത്തു. കാണാൻ പറ്റില്ലേ? ഓക്കെ, ഇനിയും ചെയ്യേണ്ടത് അതൊന്ന് വളച്ചെടുക്കണം നമുക്ക്. അപ്പം നമുക്കതൊന്ന് വളച്ച് എടുക്കണം. അത് മടക്കാണ്ടേ നമുക്ക് ആ ലൈന്. അതെ, ആദ്യത്തെ ലൈൻ വരച്ചില്ലേ, നമുക്ക് ആദ്യത്തെ ലൈൻ വരച്ചിടം ക്ലിയർ ആവുന്നില്ലെന്ന് തോന്നുന്നു. ആദ്യത്തെ ലൈൻ വരച്ചിടം വെച്ച് ഇതുപോലെ ഒന്ന് സ്കെയിൽ വെച്ച് നല്ലവണ്ണം ഒന്ന് സെറ്റാക്കണം. അതുപോലെ തന്നെ രണ്ടാമത്തെ 3-ാമത്തെ എല്ലാ ലൈനും ചെയ്യണം. ഇനിയിപ്പോൾ ഇത് നിർത്തിയിട്ടെടുക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ അല്ലാതെ ക്യാമറയിൽ കയറ്റിയെടുക്കുകയാണ്. ഇത് നിർത്തിയാൽ പിന്നെ രണ്ടാമത് വീണ്ടും എടുക്കണം. അതുകൊണ്ടാണ് ഞാൻ ഒരിതായിട്ട് അങ്ങ് എടുക്കുന്നത്. അടുത്ത ലൈനോടെ നമുക്ക് അതുപോലെ തന്നെ ചെയ്തെടുക്കണം. ചേച്ചി വന്ന് ഇടയ്ക്കിടയ്ക്ക് നോക്കിയിട്ട് പോന്നു. ചേച്ചി ഒന്ന് നോക്കിയിട്ട് പോകുന്നെന്ന് പറയുമോ ചേച്ചി എന്നെ? അങ്ങനെയാണ് ഞാൻ ചിരിച്ചത്. അതെ, 3 വരയിലും 3 ഇതായിട്ട് മടക്കി. ക്ലിയർ ആവാത്ത ഇതെന്താ? പിന്നെ 3 വരയിലും 3 മടക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് മടക്കി എടുക്കണം. അപ്പം എൻ്റെ ക്ലിയർ ആയില്ലെങ്കിൽ നമുക്ക് വേറെ ഒരു ഐഡിയ ഉണ്ട്. യെസ്, മതി ഒരു വരയും കൂടെ വേണമായിരുന്നു. ഇനിയിപ്പോൾ അതും കൂടെ വരയ്ക്കാം. കാരണം 4 വരെയാണ് മൊത്തം വേണ്ടത്. ഞാൻ സ്ഥലം പോവല്ലോ എന്ന് കരുതി 3 വരെ വരച്ചുള്ളൂ. ഇത്ര സ്പേസ് നമുക്ക് പടം വരയ്ക്കാൻ കിട്ടത്തുള്ളൂ. അത്രയ്ക്ക് ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്യാമല്ലോ. പിന്നെന്തേ, നമ്മൾ അതും ഒന്ന് മടക്കി കൊടുക്കണം. പിന്നെ ഇങ്ങനെ സത്യം പറഞ്ഞാൽ ഇതുപോലത്തെ ഫ്രെയിമൊന്നും എനിക്ക് ചെയ്യാൻ വലിയ താല്പര്യമില്ല. പിന്നെ ഒരു ഇതിനൊക്കെ ചെയ്യുക. അപ്പം നമ്മുടെ ഫ്രെയിം നമ്മുടെ സെറ്റായി കിട്ടുന്നില്ല. നമ്മളെന്ത് ചെയ്യും? അതെങ്ങനെയെങ്കിലൊക്കെ സെറ്റാക്കി വെക്കും. ഞാനിപ്പോൾ അതെ ഒരു വീടിൻ്റെ മണ്ടയില്ലേ, അതിൻ്റെ ഒരു ഷേപ്പാണ് ഞാൻ എടുത്തത്. നിങ്ങൾക്ക് വേണേൽ കറക്റ്റ് ഷേപ്പ് എടുക്കാം. ഞാനിപ്പോൾ ഈ ഷേപ്പാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒട്ടിക്കണമെങ്കിൽ നമുക്ക് സ്റ്റാപ്ലർ യൂസ് ചെയ്യാം, പശ യൂസ് ചെയ്യാം, ഗ്ലൂ ഗൺ യൂസ് ചെയ്യാം, ടേപ്പ് യൂസ് ചെയ്യാം, എല്ലാം യൂസ് ചെയ്യാം. അതെ, അടുത്ത സൈഡൂടെ ഒന്ന് മടക്കണം. അതെ, എല്ലാ സൈഡും ഇതുപോലെ മടക്കിയിട്ട് നമുക്ക് കാണാം.